രാവിലെ ഈ ചാൻ അച്ചാറിന് വേണ്ടി ചെമ്മീൻ എടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയപ്പോൾ 2 കാളാഞ്ചി കണ്ടു. ഈ 2 കാളാഞ്ചി നമുക്കാണ്. അതിൽ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ജീവനുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ചേച്ചി ചെത്തി കട്ട് ചെയ്താണ് മേടിച്ചുകൊണ്ട് വന്നത്. ആ കട്ട് ചെയ്യുന്നതിന് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആയത് എന്ത് അടിപൊളിയായിട്ടല്ലേ ശരിക്കും പറഞ്ഞ് ഈ ചേച്ചി വെട്ടുന്നത്. ഈ നമ്മുടെ മീൻ വെട്ടുന്നതൊക്കെ ഒരു കഴിവാണ് അല്ലേ. ഇത് കറി വെക്കാനായിട്ട് വെട്ടുന്നതാണ്, നേരത്തെ കണ്ടത് വറക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ഒരേ അളവിൽ കറക്റ്റായിട്ട് വെട്ടും. എനിക്കൊന്നും ഇത്രയും അടിപൊളിയായിട്ട് വെട്ടാൻ പോയിട്ട് ആ മീനൊന്നും ശരിക്കും എടുത്ത് പിടിക്കാൻ പോലും എനിക്കറിയത്തില്ല. കാരണം അത്രയും വലിയ മീനൊക്കെ ഞാൻ ഇവിടെ വന്നേ പിന്നെ കണ്ടേക്കുന്നത്. ഇങ്ങനെ അടിപൊളിയായിട്ട് കറി വെക്കാനായിട്ട് ചേച്ചി വെട്ടി നമുക്ക് തന്നു. ശരിക്കും പറഞ്ഞാൽ അതെ ഇത്ര ഉണ്ട് നമുക്ക് മീൻ മൊത്തം വെട്ടിക്കഴിഞ്ഞപ്പം. വീട്ടിൽ കൊണ്ടുവന്നപ്പം ഞാനിത് നന്നായിട്ട് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ചട്ടിയിലിട്ട് ചുറ്റിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ കഴുകി. എനിക്ക് ഈ മീനിൻ്റെ സ്മെല്ലിരിക്കുന്ന ഇഷ്ടമല്ല കറിയിൽ, അതുകൊണ്ട് നല്ലപോലെ കഴുകി. കറി വെക്കാനുള്ള മീനെല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊഴുവ മേടിച്ചതാണ്. പിന്നെ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാളാഞ്ചിരി 2-3 കഷ്ണം എടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തക്കാളി ഇത് പേസ്റ്റ് ആക്കണം. പിന്നെ നമ്മുടെ കൊടംപുളി ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇത്ര ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ കാളാഞ്ചി കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു കോട്ടയം സ്റ്റൈൽ എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെക്കാൻ പോകണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ തവണ മേടിച്ച മുളക് പൊടിക്ക് കളറില്ല, കണക്കൊന്നുമില്ല, എല്ലാം കൈക്കടക്കാട്ടോ. കുറച്ച് മല്ലിപ്പൊടി കൂടി ഇടാം, കുറച്ച് ഫിഷ് മസാലയും കൂടി ഇടാം. അപ്പോൾ നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. ഇത് വേറെ ഒന്നിനുമല്ല, നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് പൊടികളിടാം, പക്ഷേ ഒരു പേടി കരിഞ്ഞു പോയാലോ. അപ്പോൾ അത് ഏകദേശം ഈ പരുവത്തിൽ കുഴച്ച് വെക്കണം. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം, പക്ഷേ കരിഞ്ഞു പോകും. പെട്ടെന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഉലുവ ഇടാം ആദ്യം. ഇഞ്ചി, നമ്മുടെ ഉലുവ പൊട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടത് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് മസാല ഇടാം. അപ്പോൾ നമ്മുടെ മസാല ഇട്ടു, ഇതൊന്ന് എണ്ണയിലിട്ട് മുക്കും. പച്ചമണം മാറിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. തക്കാളി പേസ്റ്റ് ചേർക്കണമെങ്കിൽ കൊഴുപ്പിന് തക്കാളി പേസ്റ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കൊടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും കൊടംപുളിയും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഉപ്പും കൂടെ ചേർക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഉപ്പിട്ടൊന്നും വേവിച്ചിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത് മീൻ കറിയിലേക്ക്. ഇനി ഈ വെള്ളം നല്ലപോലെ കിടന്ന് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് പറക്കിയിടാം. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം ഇടുവാണെങ്കിൽ കാളാഞ്ചിക്ക് നെയ്യുള്ള മീനാണോ? വലിപ്പം വരണം. നമ്മുടെ മീൻ കഷ്ണം എല്ലാം പെരക്കി ഇടത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇവിടെ കിടന്നിനി വേവട്ടെ. മീൻകറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് വെക്കാം. കടയെല്ലാം പൊട്ടി വന്നപ്പോഴേക്കും നമുക്ക് കുറച്ച്
കൊച്ചുള്ളിയും കറിവേപ്പിനെയും വറ്റൽമുളകും കൂടി ഇട്ടുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കടുകും പൊടിച്ചെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചയാകുമ്പോൾ തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ കാളാഞ്ചിക്കറി റെഡി. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.